വിമത വൈദികരുടെ പ്രതിഷേധത്തിൽ മണിക്കൂറുകളോളം സംഘർഷവേദിയായി സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനം. ബിഷപ്സ് ഹൌസിൽ ഇരുവിഭാഗവുമായി ADM ചർച്ച നടത്തി, എങ്കിലും സമവായമായില്ല. അറസ്റ്റ് വരിക്കാനാണ് വിമത വൈദികരുടെ തീരുമാനം. വൈദികരെ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യണമെന്നുള്ളതായിരുന്നു നമ്മുടെ ഡിമാൻഡ്. മനസ്സിലായോ? രാവിലെ തൊട്ട് ഇവരെ അൺലോഫുള്ളായിട്ട് മൂവ് ചെയ്ത് പുറത്തു കൊണ്ടുവന്ന് നിർത്തിയിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. നിയമപ്രകാരം അറസ്റ്റ് ചെയ്യണമെന്നുള്ളതായിരുന്നു നമ്മുടെ ഡിമാൻഡ്. അവർ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ 21 വൈദികരെയാണ് അവർ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ബാക്കിയുള്ള വൈദികർ പറഞ്ഞു ഞങ്ങളെ കൂടി അറസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ മൊത്തം വൈദികരെ കൂടി അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ട്. വൈദികരുടെ അറസ്റ്റിലേക്ക് നീങ്ങിയാൽ നാളെ പള്ളികളിൽ കുർബാന മുടങ്ങുമോ എന്ന ആശങ്കയുണ്ട്. സ്ഥലത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, ഈ കൂടുതൽ വൈദികരെ അറസ്റ്റ് ചെയ്യണം എന്ന ആവശ്യമാണ് അവർ ഉന്നയിച്ചത്. ഏകദേശം അതിനൊരു ധാരണയുമായി. പക്ഷേ നാളെ ഞായറാഴ്ചയാണ്. കുർബാന ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലാകും എന്നുള്ള ഉറപ്പുമുണ്ട്. ഇപ്പോൾ സംഘർഷങ്ങൾക്ക് അയവ് വരുന്നുണ്ടോ? ഇരുവിഭാഗങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. ഇന്ന് രാവിലെ പ്രാർത്ഥനാ യജ്ഞം നടത്തിക്കൊണ്ടിരുന്ന വൈദികരെ പോലീസ് വലിച്ചിഴച്ചു എന്ന പരാതി. അതേ തുടർന്നാണ് സംഘർഷമുണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് വിമതർ ഉൾപ്പെടെ കടക്കുകയായിരുന്നു. പിന്നീട് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വലിയ സംഘർഷം. ബിഷപ്പ് ഹൌസിനുള്ളിൽ നിന്ന് മാറ്റിയ വൈദികരെ തിരിച്ച് അവിടേക്ക് തന്നെ എത്തിക്കണമെന്ന് പറയുന്നു. ഗേറ്റ് തുറന്നു കൊടുക്കുന്നു. പ്രതിഷേധക്കാർ വൈദികരെ അകത്തേക്ക് പ്രവേശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിനുശേഷം കളക്ടറോട് പരാതിപ്പെടുന്നു. കളക്ടർ ഇതിൽ ഇടപെടണം എന്ന് പറയുന്നു. ഇടപെടാമെന്ന് കളക്ടർ ഉറപ്പു നൽകുന്നു. പിന്നീട് നമ്മൾ കണ്ടത് വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ്. ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയ വൈദികരെ അറസ്റ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ വലിയ തോതിൽ വൈദികർ മറ്റുള്ളവർ കൂടി അറസ്റ്റ് വരിക്കാൻ. അതിലൊരു വൈദികന്റെ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക് പോകാം. മെത്രാന്മാരുടെ ധാർഷ്ട്യം മൂലമാണ് ഈ അച്ഛന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നതെന്ന് ഓർക്കണം നിങ്ങൾ. അപ്പോൾ ആരാണ് ഈ പള്ളികളിൽ ഇന്ന് ഈ എറണാകുളം അതിരൂപതയിലെ വ്യത്യസ്തമായ പള്ളികളിൽ നാളെ ഞായറാഴ്ച കുർബാന എന്നുള്ള കടമുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഞായറാഴ്ച കടമുള്ള ദിവസം മുടക്കുന്നത് ഞങ്ങളല്ല. ഇതിന് ഇപ്പോൾ കാരണഭൂതരായ മെത്രാന്മാരാണ്. സിറോ മലബാർ സഭയിലെ സിനഡ് മെത്രാന്മാരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ. ആ ഉത്തരവാദിത്തം വലിയൊരു ഉത്തിരിപ്പ് ഘടകമായിട്ട് ഈ ബിഷപ്സിന് മാറും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മാലിന്യം പോലെ ആ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി തള്ളിയ നമ്മുടെ വൈദികരെ തിരിച്ചിവിടെ കൊണ്ടുപോയാക്കുക. ആ പ്രപ്പോസൽ വെച്ചിട്ട് നമ്മുടെ DCPയും സബ് കളക്ടറും അവരോട് സംസാരിക്കാൻ പോയി. അവർ എഗ്രി ചെയ്തിട്ടില്ല. രണ്ടാമത്തെ പ്രപ്പോസൽ നമ്മുടെ സത്യാഗ്രഹ ഇരിക്കുന്നവരോട് നമ്മൾ സംസാരിച്ചു. അവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുക. അത് അവസാനം പോലീസ് ചെയ്യാൻ റെഡിയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഡിമാൻഡ് പോലീസ് അംഗീകരിച്ചിട്ട് അവരെ കൊണ്ടുപോകുന്നത് വരെ നമ്മൾ ഇവിടെ ഉണ്ടാകും. അറസ്റ്റ് വരിക്കാൻ തയ്യാറെന്ന് വൈദികർ പറയുന്നു. ഇരുവിഭാഗങ്ങളുമായി ADM ചർച്ച നടത്തി. പക്ഷേ ആ ചർച്ച സമവായത്തിലെത്തിയില്ല. ബിഷപ്പ് ഹൗസിലെ പ്രതിഷേധം അങ്ങനെ വലിയ സംഘർഷത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ അഡ്മിനിസ്ട്രേറ്ററായി മാർ ജോസഫ് പാംപ്ലാനി വരും എന്നുള്ള വിവരങ്ങളും വരുന്നു. ഇന്ന് സഭാ സിനഡിനെ അഡ്മിനിസ്ട്രേറ്റർ പദവിയിൽ നിന്ന് താൻ മാറാൻ തയ്യാറാണ് എന്ന് ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു.